മൂന്നാർ സമരത്തിനെതിരെ കോൺഗ്രസ് നേതാവ് എ.കെ. മണി ഇപ്പോൾ നടക്കുന്നത് പൊമ്പിളെ ഒരുമയുടെ സമരമല്ല, നടക്കുന്നത് തൊപ്പി സമരമാണ്. സമരത്തിന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് താൽപര്യമില്ലെന്നും എ.കെ. മണി പീപ്പിളിനോട് പറഞ്ഞു. ആളെ കൂട്ടാൻ ബി.ജെ.പി. സമരം ഏറ്റെടുക്കുകയാണ് എന്നും മണി ആരോപിച്ചു. മൂന്നാർ സമരത്തിനെതിരെയും ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനെതിരെയുമാണ് കെ.പി.സി.സി. വൈസ് പ്രസിഡന്റ് കൂടിയായ എ.കെ. മണി രൂക്ഷമായ ഭാഷയിൽ എതിർപ്പുമായി രംഗത്ത് വന്നത്. മൂന്നാറിൽ തോട്ടം തൊഴിലാളികളെ ഭിന്നിപ്പിച്ചു നടക്കുന്ന ഗോമതിയുടെ സമരത്തോട് യോജിപ്പില്ല. നടക്കുന്നത് തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ല. ഇപ്പോൾ നടക്കുന്നത് പെമ്പിളെ ഒരുമൈ സമരമല്ല, മറിച്ച് തൊപ്പി സമരം മാത്രമാണെന്നും എ.കെ. മണി പരിഹസിച്ചു. ആത്മീയ പാർട്ടിയുടെ നേതാവാണല്ലോ, അപ്പൊ തൊപ്പി സമരം എന്നുള്ളതാവാതെ അത് പെമ്പിള ഒരുമയുടെന്ന് പറയില്ലല്ലോ. അത് ആ ആത്മീയുടെ പാർട്ടിയാണ്, അങ്ങനെയാണ് അത് കാണുന്നത്. അതാണ് ശരിയുണ്ട്. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുടെ സന്ദർശനം സംബന്ധിച്ച് കോൺഗ്രസ് പ്രാദേശിക ഘടകത്തിന്റെ എതിർപ്പും എ.കെ. മണിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. മന്ത്രി എം.എം. മണി സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നയപ്രകാരം സമരം ഏറ്റെടുത്ത് നടത്തുകയാണ് വേണ്ടതെന്നും എ.കെ. മണി പറഞ്ഞു. കോൺഗ്രസിന്റെ നയപരിപാടികൾ അനുസരിച്ച് ബഹുമാനപ്പെട്ട വിധിശക്തി മന്ത്രി എം.എം. മണി പെണ്ണുങ്ങൾക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമരം ശക്തമായി കോൺഗ്രസ് ഏറ്റെടുക്കണം, UDF ഏറ്റെടുക്കണം. അല്ലാതെ വേറെ ഒരു ആളുടെ പുറകെ പോയി ആ സമരം ഏറ്റെടുക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മുടെ ദൗർബല്യം നമുക്ക് മോശമാകും. അതാണ് മൂന്നാറിൽ ആളെ കൂട്ടാനുള്ള ശ്രമമാണ് ബി.ജെ.പി. നടത്തുന്നത്. ഇതാണ് സമരം ബി.ജെ.പി. ഏറ്റെടുക്കാൻ കാരണം. ഇപ്പോഴത്തെ സമരത്തിന് തോട്ടം മേഖലയിലെ ഒരു തൊഴിലാളിയുടെയും പിന്തുണ ലഭിക്കില്ലെന്നും മണി വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിനുള്ള കടുത്ത താക്കീത് കൂടിയാണ് എ.കെ. മണിയുടെ വാക്കുകളിൽ ധ്വനിക്കുന്നത്. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ. എ.കെ. മണിയുടേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് എം.എം. ഹസൻ. പൊമ്പിളെ ഒരുമൈ സമരം ഏറ്റെടുക്കുക എന്നത് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്നും എം.എം. ഹസൻ. മണി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇത് പാർട്ടിയുടെ നിലപാടാണ്. അതൊന്നും എനിക്കറിയില്ല, കാരണം പാർട്ടിയുടെ നിലപാട് അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ അഭിപ്രായം. വ്യക്തിപരമായ അഭിപ്രായം പറയുമ്പോൾ പാർട്ടി അഭിപ്രായത്തിനല്ലേ പ്രാധാന്യം. UDF-ന്റെ ഭരണകാലത്ത് കോടതി നടപടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മൂന്നാറിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതിരുന്നത് എന്ന് ഉമ്മൻചാണ്ടി. എന്നാൽ UDF ഭരിക്കുമ്പോൾ മൂന്നാറിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം മൂന്നാറിൽ 1 ഇഞ്ച് ഭൂമി കയ്യേറിയിട്ടുണ്ടോ? ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടോ? ഈ കയ്യേറ്റം കണ്ടെത്തി അവരെ ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് നിയമപരമായ ചില തടസ്സങ്ങൾ വന്നിരുന്നു. വന്നു. എന്നാലും റവന്യൂ വകുപ്പ് മുമ്പോട്ട് നീങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തണ്ടപ്പേർ രജിസ്റ്റർ പരിശോധിക്കണം എന്ന തീരുമാനം അന്ന് എടുത്തത്. മൂന്നാറിലെ പൊമ്പിളെ ഒരുമയുടെ സമരത്തിന് ജനകീയ പിന്തുണയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമരം അടിച്ചമർത്താൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിനോട് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. എം.എം. മണിയുടെ പ്രസംഗം ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം തകർന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മൂന്നാറിലെ പെമ്പിളെ ഒരുമൈ സമരത്തെ സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷത്ത് നിന്ന് വി.ഡി. സതീശനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 4 സ്ത്രീകൾ നടത്തുന്ന സമരത്തെ സർക്കാർ ഭയപ്പെടുകയാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഇടുക്കിയിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലല്ല മന്ത്രി എം.എം. മണി സംസാരിക്കുന്നത്. മണിയുടെ ഭാഷ അഹങ്കാരത്തിന്റെ ഭാഷയാണ്. മാന്യനായ ഒരാളാണ് മുഖ്യമന്ത്രി. അങ്ങക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മന്ത്രിസഭയിൽ എം.എം. മണിയെ സംരക്ഷിച്ചിട്ടുള്ളത്? ഇതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി സതീശിന്റെ വാദങ്ങളെ ഒന്നൊന്നായി ഖണ്ഡിച്ചു. സർക്കാർ പെമ്പിളെ ഒരുമൈ സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നില്ലെന്നും മണി പറയാത്തതും വീഡിയോയിൽ ഇല്ലാത്തതുമായ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും പറഞ്ഞു. ഇതുമൂലമാണ് സമരത്തിന് ജനകീയ പിന്തുണ ആർജിക്കാൻ കഴിയാത്തത്. ബഹുമാനായ അംഗം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ഏത് ഓഫീസറാ കേൾക്കുക? കേൾക്കാത്ത ഒരു ഓഫീസറും ഓഫീസറായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വെള്ളരിക്കാപട്ടണമൊന്നുമല്ല ഇത്. ആ ധാരണയൊന്നും വേണ്ട. സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സർക്കാരിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ കുരിശ് പൊളിക്കും മുമ്പ് മുഖ്യമന്ത്രി അറിയുമായിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു. 144 പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതറിയണമായിരുന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത എന്താണ് സാറുള്ളത്? റവന്യൂ മന്ത്രി ചലിക്കില്ല. മുഖ്യമന്ത്രി അറിയാതെ അവിടെ ഒരു ചലനം ഉണ്ടായില്ല. അങ്ങനെയായിരുന്നു മിസ്റ്റർ പിണറായി വിജയൻ. അങ്ങയോടുള്ള എല്ലാ ബഹുമാനം കൊണ്ട് ഞാൻ പറയുന്നു, അങ്ങ് അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു.
മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ M മണിയെ പരസ്യമായി ശാസിക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. പാർട്ടിയുടെ യശസ്സിന് മങ്ങലേൽപ്പിക്കുന്ന നിലയിൽ പൊതുപരാമർശങ്ങൾ നടത്തിയതിനാണ് മന്ത്രിയെ ശാസിക്കാൻ ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവന്റെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റിയാണ് തീരുമാനം കൈക്കൊണ്ടത്. മന്ത്രി M മണിക്ക് അഭിവാദ്യം അറിയിച്ച ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മൂന്നാർ ടൗണിൽ പ്രകടനം നടത്തി. CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മൂന്നാർ മാർക്കറ്റ് ജംഗ്ഷനിൽ അവസാനിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി അഭിനന്ദിച്ച ഗവർണർ P സദാശിവം. പ്രകോപനപരമായ വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ സംയമനം പ്രശംസനീയമാണ് എന്ന് ഗവർണർ. ഇടുക്കി വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസം നിയമസഭയിൽ കണ്ടതും അതാണ്. മറ്റ് ജനപ്രതിനിധികളോട് ലളിതവും കൃത്യവുമായാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് എന്നും ഗവർണർ. വജ്രജൂബിലി ആഘോഷ സമാപന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണറുടെ അഭിനന്ദനം. പ്രകോപിതനാകേണ്ട നിമിഷങ്ങളിലും മുഖ്യമന്ത്രി സംയമനം പാലിക്കുന്നു. നിയമസഭയിൽ കാണുന്നത് അതാണ്. Treasury bench, ruling side also, they make forcible answers, protest. But you can't see such thing from our Chief Minister. Even last 2 days I was saying in an important issue, he is answering without any terror or something. Simple answer to the elected representatives, meaning thereby to the people. That these are all an asset to the normally everyone cannot. വൈസ് ചാൻസലർ നിയമനം സ്റ്റേ ചെയ്യുന്ന ഹൈക്കോടതി നടപടികളിൽ ഗവർണർ അതൃപ്തി രേഖപ്പെടുത്തി. EMS സർക്കാരിന്റെ പ്രവർത്തനം നിക്ഷിപ്ത താൽപര്യക്കാരായ ജാതിമത ശക്തികളെ പ്രകോപിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ വന്നപ്പോൾ അത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സമ്പ്രദായത്തിന് കനത്ത ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ആഘാതം കേരളത്തിലെ ജാതി ഘടനയ്ക്കായി പ്രൗഢമായ ചടങ്ങുകളോടെ വജ്രജൂബിലി ആഘോഷ പരിപാടികൾ സമാപിച്ചു. MR സജേഷ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി M മണി. സർക്കാർ മുൻകൂട്ടി സ്വീകരിച്ച നടപടികൾ കൊണ്ട് പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിച്ചതായി മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. കായംകുളം താപവൈദ്യുത നിലയത്തിലേക്ക് വാതക പൈപ്പ് ലൈൻ ഇടുന്നതിനുള്ള പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സർക്കാർ തലത്തിൽ വാഹനങ്ങളുടെ ബീക്കൺ ലൈറ്റ് ഒഴിവാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നിലവിലുള്ള നമ്പറിനൊപ്പം രജിസ്ട്രേഷൻ നമ്പർ കൂടി വയ്ക്കാനും തീരുമാനമായി. പോലീസ്, ഫയർ, എമർജൻസി വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാം. 6 വ്യവസായ പാർക്കുകളിൽ ഏകജാലക ക്ലിയറൻസ് ബോർഡിന് രൂപം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ വിവിധ ലൈസൻസുകളും ക്ലിയറൻസുകളും വേഗത്തിൽ ലഭ്യമാക്കുന്നതിനാണ് ബോർഡ് രൂപീകരിക്കുന്നത്. ഇന്റേണൽ അസസ്മെന്റ് സംബന്ധിച്ച പരാതികൾ പരിഹരിക്കാൻ അക്കാദമിക് ഓഡിറ്റിംഗും ഓംബുഡ്സ്മാനെയും നിയോഗിക്കാൻ ശുപാർശ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇന്റേണൽ ഓഡിറ്റിംഗ് പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച സർവകലാശാല വൈസ് ചാൻസലർമാരുടെ സമിതിയുടേതാണ് ശുപാർശ. സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കേരളത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചുള്ള തർക്കത്തിന് പരിഹാരമായില്ല. രാഹുൽ ഗാന്ധി ദില്ലിയിൽ വിളിച്ചേർത്ത ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിലും ഭിന്നത. ബ്ലോക്ക് തലം മുതൽ സമവായം മതി എന്ന ഭൂരിഭാഗം അധ്യക്ഷന്മാരും നിർദ്ദേശിച്ചപ്പോൾ ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് A ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുമായുള്ള ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം 1 മണിക്കൂറോളം നീണ്ടു. ആദ്യം എല്ലാവരെയും ഒരുമിച്ച് കണ്ട രാഹുൽ പിന്നീട് പ്രത്യേകം ആശയവിനിമയം നടത്തി. സമവായത്തിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പ് മതിയെന്ന അഭിപ്രായം ഭൂരിഭാഗം ജില്ലാ അധ്യക്ഷന്മാരും നിർദ്ദേശിച്ചു. പക്ഷേ M ലിജു അടക്കമുള്ള A ഗ്രൂപ്പ് അധ്യക്ഷന്മാർ ഇതിനോട് പൂർണ്ണമായും യോജിച്ചില്ല. ആവശ്യമെങ്കിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും വേണം. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വീണ്ടും വേണമെന്ന ആവശ്യം എല്ലാവരും എതിർത്തു. നിലവിൽ ബൂത്ത് തലം വരെയുള്ള മെമ്പർഷിപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി തൃശൂർ ജില്ല അറിയിച്ചു. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളും 80% നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിന് തുരങ്കം വയ്ക്കാനാണ് വീണ്ടും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വേണമെന്ന ആവശ്യത്തിന് പിന്നിൽ. ഇങ്ങനെ ഭിന്നാഭിപ്രായങ്ങൾ ശക്തമായി യോഗത്തിൽ ഉയർന്നു. ഭാരവാഹിത്വം സമവായത്തിലൂടെ മതിയെന്ന നിലപാടിനാണ് മേൽക്കൈ കിട്ടിയത്. സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആകെയുള്ളത് ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പല്ല. കഴിയുന്നിടത്തോളം ഒരു സമവായത്തിലൂടെ
ഇപ്പോഴത്തെ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്ന കാര്യം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള യോഗത്തിനു മുമ്പ് ജില്ലാ അധ്യക്ഷന്മാർ കേരള ഹൗസിൽ പ്രത്യേക യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനെ വസതിയിലെത്തി കണ്ട ശേഷമാണ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കണ്ടത്. യോഗത്തിലും അന്തിമ തീരുമാനത്തിലെത്താത്തതിനാൽ ഹൈക്കമാൻഡ് പിന്നീട് നിലപാട് അറിയിക്കും. അതേസമയം പുതിയ അധ്യക്ഷൻ ആരെന്നതിനെക്കുറിച്ച് യോഗത്തിൽ ചർച്ചയായില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യൻ ചാരൻ ആരോപിച്ച കുൽഭൂഷൺ യാദവിനെ പാകിസ്ഥാൻ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ ഇന്ത്യ അപ്പീൽ നൽകി. കുൽഭൂഷൺ യാദവിന്റെ മാതാവിന്റെ പേരിലാണ് ഇന്ത്യ പാകിസ്ഥാനിൽ അപ്പീൽ നൽകിയത്. പാകിസ്ഥാനിലെ ഇന്ത്യൻ അംബാസഡർ ഗൗതം ബംബവാലെ പാക് വിദേശകാര്യ സെക്രട്ടറിക്കാണ് ഹർജി കൈമാറിയത്. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം BJP നിലനിർത്തി. 3 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലായി വോട്ടെടുപ്പ് നടന്ന 270 വാർഡുകളിൽ 181 BJP ജയിച്ചപ്പോൾ 46 വാർഡുകൾ ജയിച്ച് ആം ആദ്മി പാർട്ടി 2ാം സ്ഥാനത്തും 31 സീറ്റുകൾ നേടി കോൺഗ്രസ് 3ാം സ്ഥാനത്തുമെത്തി. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നുവെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ദില്ലി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് മാക്കൻ രാജിവെച്ചു. വേനൽ കടുത്തതോടെ പട്ടാമ്പി തൃത്താല മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം പ്രദേശത്തെ വെള്ളം വറ്റിയതാണ് ഭാരതപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുന്നത്. ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ നിന്നാണ് തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 10 പഞ്ചായത്തുകളിലേക്കും 3 നഗരസഭകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ വെള്ളിയാങ്കല്ലിലെ ജലനിരപ്പ് കുറഞ്ഞു. കടുത്ത വരൾച്ച മൂലം ഈ മേഖലയിലെ കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായി. 2 ആഴ്ചയിൽ കൂടുതൽ പമ്പ് ചെയ്യാനുള്ള വെള്ളം വെള്ളിയാങ്കല്ലില്ലാത്ത സാഹചര്യമാണെന്ന് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. കൃഷ്ണകുമാർ പറഞ്ഞു. വളരെ രൂക്ഷമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഈ വർഷമുള്ളത്. ഭാരതപ്പുഴയിലാണെങ്കിൽ ഇപ്പം അടുത്ത കാലത്ത് വേനൽ മഴ ലഭിച്ചതുകൊണ്ട് നമുക്ക് അല്പം വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവേ 1-2 ആഴ്ചയ്ക്ക് കൂടുതൽ വെള്ളമുണ്ടാവുന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വരൾച്ചയെ നേരിടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരറിയാത്ത അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ ഭരണ സംവിധാനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ വർഷം നമുക്ക് വരൾച്ചയെ നേരിടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 24 ഷട്ടറുകൾ നവംബറിൽ തന്നെ അടച്ചതിനാൽ ഇതിനു താഴെയുള്ള പല കുടിവെള്ള പദ്ധതികളും നേരത്തെ തന്നെ മുടങ്ങിയിരുന്നു. നിലവിലുള്ള വെള്ളം കൂടി വറ്റിയാൽ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരടക്കമുള്ള പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംരംഭമായ കേരള വിഷൻ ചാനൽ ഉപഗ്രഹ സംരക്ഷണം ആരംഭിക്കുന്നു. കേരള വിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് കമ്പനിയുടെ തൃശൂരിൽ നടന്ന പ്രഥമ സംരംഭക കൺവെൻഷനിലായിരുന്നു ചാനൽ പ്രഖ്യാപനം. കൺവെൻഷൻ സംവിധായകൻ ഷാജി എം കരുൺ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ന്യൂസ് പോർട്ടൽ മാതൃഭൂമി മാർക്കറ്റിംഗ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഡയറക്ടർ MV ശ്രേയംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KCBL ചെയർമാൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KCBL MD രാജ്മോഹൻ, COA പ്രസിഡന്റ് വിജയകൃഷ്ണൻ, KV രാജൻ, ബിനു ശിവദാസ്, അബൂബക്കർ സിദ്ദിഖ്, PP സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.